സഹകരണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കുമുള്ള വലിയൊരു സർപ്രൈസ് ലിസ്റ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അവസാനം വരെ കാണുക. ഉറപ്പായിട്ടും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും പമ്പ് അപ്പ് ചെയ്ത് നിർത്താനുള്ള എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. വേറൊന്നും അല്ല, കുറച്ച് താമസിച്ചു പോയി, പക്ഷേ എന്നാലും ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി താണ്ടാ വരുവേ. 72,000 കുട്ടികൾ എഴുതിയ പരീക്ഷയാണ്. എത്ര റാങ്കുകൾ സഹകാരിയുടെ ചുണക്കുട്ടികൾ അടിച്ചു കാണും ഒന്ന് ഊഹിക്കാവോ ആർക്കെങ്കിലും? 637 റാങ്കുകൾ. 900 പേരുടെ റാങ്ക് ലിസ്റ്റില് 637 റാങ്കുകൾ അടിച്ചിരിക്കുകയാണ് നമ്മുടെ ചുണക്കുട്ടികൾ. നമുക്കറിയാം 2 കാറ്റഗറി നമ്പറിലേക്കാണ്, അല്ലെ, 2 കാറ്റഗറി നമ്പർ ആയിട്ടാണ് ഈ എക്സാമിനേഷൻ നടന്നത്. 023, 024/2024. അപ്പൊ 024/2024 ഫസ്റ്റ് റാങ്ക് ഹോൾഡർ വേറെ ആരുമല്ല, നമ്മുടെ വിമലാണ്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അതേപോലെ 023 കാറ്റഗറി നമ്പർ അദ്ദേഹം 15ാം റാങ്കും സ്വന്തമാക്കുകയുണ്ടായി. വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ മനസ്സിലാക്കുക, അത് ഓൺലൈൻ ക്ലാസ്സിലുള്ള അച്ചീവ്മെന്റ് തന്നെയാണ് കേട്ടോ. സഹകാരിയുടെ ചുണക്കുട്ടികളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അടുത്തത് 3ാം റാങ്ക് മേടിച്ച ശ്രീലക്ഷ്മി, അല്ലേ, ശ്രീലക്ഷ്മി. ഇതും 024/2024 കാറ്റഗറിയിലാണ് വന്നത്. ശ്രീലക്ഷ്മി നമ്മുടെ കോഴിക്കോട് സ്വദേശിയാണ്. പുള്ളിക്കാരുടെ സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ അൻഷാദ് മുഹമ്മദ് ഓപ്പൺ കാറ്റഗറിയിൽ 023 കാറ്റഗറിയിൽ 7ാം റാങ്ക് ഹോൾഡർ, തിരുവനന്തപുരം സ്വദേശിയാണ്. അതുപോലെ തൊട്ടടുത്ത റാങ്ക് 8ാം റാങ്ക് സ്വന്തമാക്കി നമ്മുടെ പ്രവീണ തൃശ്ശൂർ സ്വദേശിയാണ്. നിങ്ങൾ സ്റ്റോറി കണ്ടു കാണും. 8ാമത്തെ റാങ്കാണ്. അതുപോലെ 9ാം റാങ്ക് 2 റാങ്കുകളും, അതായത് ഓപ്പൺ കാറ്റഗറിയും അതുപോലെ നമ്മുടെ സൊസൈറ്റി കാറ്റഗറിയും സഹകാരിയുടെ ചുണക്കുട്ടികൾ സ്വന്തമാക്കി. അനുഗ്രഹയും അതുപോലെ തേജസും. അനുഗ്രഹ കോഴിക്കോട് സ്വദേശിയാണ്. അതുപോലെ തേജസ് കണ്ണൂർ സ്വദേശിയാണ്. അതുപോലെ അടുത്തത് 10ാമത്തെ റാങ്ക് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള നീരജ ഓപ്പൺ കാറ്റഗറിയിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. 11ാം റാങ്ക് അനുഷയുടെ റാങ്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം അനുഷ സഹകാരി ഉള്ളപ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള ആളാണ്. അപ്പോൾ നിലവിൽ ഏറ്റവും അവസാനം നമ്മുടെ HST കൊമേഴ്സ് ഉള്ള ആളാണ്. ഏകദേശം 5 റാങ്ക് ലിസ്റ്റുകളാണ് സഹകാരിയോടൊപ്പം കൂടെ നിന്നുകൊണ്ട് ഇദ്ദേഹം എത്തിപ്പെട്ടത്. ഇപ്പോൾ നിലവിൽ 11ാം റാങ്ക് സ്വന്തമായിക്കൊണ്ട് അനുഷ, 11ാം റാങ്ക്. അതുപോലെ ഇനി 12ാം റാങ്ക് ഷഹീർ അലി, 13ാം റാങ്ക് ഹൃദ്യ, അതുപോലെ 14ാം റാങ്ക് ദേവിക ഹരിദാസ്, 16 2 കാറ്റഗറി സ്വന്തമാക്കി അരുണും അതുപോലെ രാകേന്ദുവും, 18ാം റാങ്ക് തരുൺ മാത്യു ആൻഡ് സൽമാൻ നൌഷാദ്, അതുപോലെ 20ാം റാങ്ക് നിമ്യ TC ആൻഡ് ശ്രീലക്ഷ്മി, അതുപോലെ 22ാം റാങ്ക് ജയലക്ഷ്മി, 23ാം റാങ്ക് 2 കാറ്റഗറി സ്വന്തമാക്കി വിനിജ മേരി ആന്റണിയും അതുപോലെ അനിലയും, അതുപോലെ 25ാം റാങ്ക് 2 കാറ്റഗറിയും വന്നു, അല്ലെ. ഓപ്പൺ കാറ്റഗറിയിൽ നമ്മുടെ അരവിന്ദും അതുപോലെ സൊസൈറ്റി കാറ്റഗറിയിൽ ധന്യയും, അതുപോലെ 26ാം റാങ്ക് രജിഷ, 27ാം റാങ്ക് വിനയൻ PC, അതുപോലെ 28ാം റാങ്ക് അരുൺ, അതുപോലെ 29ാം റാങ്ക് അഞ്ജന തമ്പി, 30ാം റാങ്ക് ജയശ്രീ, 31ാമത്തെ റാങ്ക് അതുല്യ KS, 33ാമത്തെ റാങ്ക് മേഘ, അതുപോലെ 34ാമത്തെ റാങ്ക് 2 കാറ്റഗറി സ്വന്തമാക്കി ജീനയും അതുപോലെ രോഹിണി സുരേഷും, 35ാം റാങ്ക് വിനീതാനന്ദ്, 36ാം റാങ്ക് ശ്രീജില, 37ാം റാങ്ക് നിമ്യ അതുപോലെ നിശാന്ത്, അതുപോലെ 38ാമത്തെ റാങ്ക് ഭാഗ്യ P, 39ാമത്തെ റാങ്ക് കാവ്യ, അതുപോലെ 42ാം റാങ്ക് 2 കാറ്റഗറിയും വന്നു രാഹുൽ ആറും അതുപോലെ രേവതിയും. അടുത്തത് 43ാം റാങ്ക് മേഘ ഗോവിന്ദ, 44ാം റാങ്ക് 2 കാറ്റഗറി മിഥുനും അതുപോലെ നമ്മുടെ ദീപ്തി സ്വന്തമാക്കി, 45ാം റാങ്ക് രേഷ്മ RS, 47ാമത്തെ റാങ്ക് സജിത്ത്, 51ാമത്തെ റാങ്ക് സോണി RJ, 52ാമത്തെ റാങ്ക് രമ്യ VS, 54ാമത്തെ റാങ്ക് ഹർഷിത, അതുപോലെ 55ാം റാങ്ക് ഗോകുൽ, അതുപോലെ 57ാം റാങ്ക് രമ്യ കൃഷ്ണ, അതുപോലെ 58ാം റാങ്ക് ഗോപിക ശശി, 59ാം റാങ്ക് ദേവി കൃഷ്ണ UAB, അതുപോലെ 61ാം റാങ്ക് സുജിലേഷ്, 62ാം റാങ്ക് പ്രജിത, അതുപോലെ 63ാമത്തെ റാങ്ക് സിദ്ധാർത്ഥ്, അതുപോലെ 65ാമത്തെ റാങ്ക് സിനു തോമസ്, 67ാമത്തെ റാങ്ക് അപർണ സുരേഷ്, 70ാം റാങ്ക് ഗീതു, അതുപോലെ 71ാം റാങ്ക് 2 കാറ്റഗറി വന്നു ശരണ്യവും അതുപോലെ തങ്കം മധുസൂദൻ, അതുപോലെ 75ാമത്തെ റാങ്ക് ആര്യരാജ്, 76ാം റാങ്ക് ഗൗരി S, അതുപോലെ 79ാം റാങ്ക് ഉമൈറ മാഹിൻ, 80ാം റാങ്ക് ബെഞ്ചമിൻ R, അതുപോലെ 82ാം റാങ്ക് ദേവിക MS, അതുപോലെ 84ാം റാങ്ക് ബിനിത പീതാംബരൻ, 85ാം റാങ്ക് വൈഷ്ണവ് S, അതുപോലെ 86ാം റാങ്ക് ജോണി ജോസ്, 87ാം റാങ്ക് സഫീറ, 89ാം റാങ്ക് 2 കാറ്റഗറി വന്നു അഭിനന്ദും അതുപോലെ അഞ്ജുവും, 90ാം റാങ്കും 2 കാറ്റഗറി വന്നു അനുരാഗും അതുപോലെ രാജ്കുമാറും, അതുപോലെ 91ാം റാങ്ക് ശ്രീലക്ഷ്മി, 92ാം റാങ്ക് രോഹിത നായർ,
93 റാങ്ക് വിഷ്ണു പ്രസാദ്, 94 റാങ്ക് 2 കാറ്റഗറിയും വന്നു ശ്രീനയും അതുപോലെ സുഹാന ബീവിയും, അതുപോലെ 95 റാങ്ക് ഐശ്വര്യ, 96 റാങ്കും നമ്മുടെ 2 കാറ്റഗറിയും വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് പ്രവീണയും അതുപോലെ ഗൗതം സുധാകറും, അതുപോലെ 98 റാങ്ക് അനില, 99 റാങ്ക് ശൈത്യയും അതുപോലെ പ്രജിത്തും 2 കാറ്റഗറി നമ്മുടെ ചുണക്കുട്ടികൾ സ്വന്തമാക്കി, 100 റാങ്ക് ടോണി. അപ്പോൾ ഇവരിൽ പലരും നമ്മുടെ JSE പരീക്ഷയിലൊക്കെ കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ്, ഉയർന്ന മാർക്ക് വാങ്ങിയ ആൾക്കാരാണ്. JSE വരുമ്പോഴത്തേക്കും കുറച്ചധികം സ്റ്റോറീസ് നിങ്ങളിലേക്ക് എത്തും. അതുപോലെ 103 റാങ്ക് ഗൗരി ശ്രീധർ, 2 കാറ്റഗറി ഉണ്ട്, 103 പ്രീതി സൊസൈറ്റി കാറ്റഗറി സ്വന്തമാക്കി, അതുപോലെ 104 റാങ്ക് അഖിൽ PS, 106 റാങ്ക് അശ്വതി, അതുപോലെ 107 റാങ്ക് അജിത് മോഹൻ, അതുപോലെ 108 റാങ്ക് ഐശ്വര്യയും അതുപോലെ ഷൊയ്യൂബ് സ്വന്തമാക്കി ഓപ്പൺ കാറ്റഗറിയും സൊസൈറ്റി കാറ്റഗറിയും, 109 റാങ്ക് ശ്രുതി നമ്മുടെ സൊസൈറ്റി കാറ്റഗറിയിലും ഓപ്പൺ കാറ്റഗറിയിൽ ബിൽക്കയും സ്വന്തമാക്കി, അതുപോലെ 110 റാങ്ക് അപ്പോൾ കീർത്തന ഓപ്പൺ കാറ്റഗറിയിലും സൊസൈറ്റി കാറ്റഗറിയിൽ ഗോപിക ജിയും സ്വന്തമാക്കി, 111 റാങ്ക് വിദ്യ പി ആണ് സ്വന്തമാക്കിയത്, അതുപോലെ 113 റാങ്ക് നിഖിൽ, 114 റാങ്ക് ദീപ CP, അതുപോലെ 115 റാങ്ക് ഓപ്പൺ കാറ്റഗറി സൊസൈറ്റി കാറ്റഗറി ഓപ്പണിൽ അമലാണ് സ്വന്തമാക്കിയത്, അതുപോലെ സൊസൈറ്റി കാറ്റഗറിയിൽ ഷീന, അതുപോലെ 118 റാങ്ക് ആരതി, 119 റാങ്ക് ആശ എ, അതുപോലെ 120 റാങ്ക് ഭാഗ്യലക്ഷ്മി, 121 റാങ്ക് നയന, 122 റാങ്ക് അമൃത, 124 റാങ്ക് വിജേഷ് കുമാർ, 125 റാങ്ക് 2 കാറ്റഗറിയും വന്നു ജിനേഷും സ്വാതിയും, അതുപോലെ 127 റാങ്ക് അൻസിൽ ഡി, 129 റാങ്ക് രശ്മി എം ധരൻ, 131 റാങ്ക് പ്രിയദർശിനി, അതുപോലെ 132 റാങ്ക് അനുമോഹൻ, 135 റാങ്ക് ജെൻസി ജോസഫ്, അതുപോലെ 138 സൂര്യയും അതുപോലെ അനുജ സൊസൈറ്റി കാറ്റഗറി ഓപ്പൺ കാറ്റഗറി സൂര്യ സ്വന്തമാക്കി, 139 സന്ധ്യാസി, 140 ദിവ്യ GS, 143 രാഹുൽ സുരേഷ്, 145 ഭവ്യശ്രീ, 146 ഫാത്തിമത്ത് സബീറ, അതുപോലെ 148 അനു ജെയിംസ്, 149 2 കാറ്റഗറി, ഒന്ന് അമൃത ജനറൽ കാറ്റഗറി സൊസൈറ്റി കാറ്റഗറിയിൽ ഉണ്ണികൃഷ്ണൻ സ്വന്തമാക്കി, 151 അക്ഷയ് ബാലകൃഷ്ണൻ, 153 ജിഷ്ണു, 154 അശ്വനി ആർ, അതുപോലെ 155 റാങ്ക് 2 കാറ്റഗറി, ഒന്ന് മിൻസിയും രണ്ടാമത്തത് ഷിബു എബ്രഹാം സ്വന്തമാക്കി, 156 ശ്രീലക്ഷ്മി, അതുപോലെ 2 കാറ്റഗറി അർച്ചന സൊസൈറ്റി കാറ്റഗറി 156 റാങ്ക്, 157 ജയശങ്കർ ജെ, അതുപോലെ 158 ശ്വേത, 159 ഗൗതം ജി ഗോപൻ, 160 റംസില KS, 161 ഷബിനാസ് MK, 164 ഉദയാദേവി, അതുപോലെ 165 ശ്രീലക്ഷ്മി, 167 സ്വർണ, അതുപോലെ 169 ഹരിപ്രസാദ്, 171 ഐശ്വര്യ CK, 176 അശ്വതി MK, 177 രാഹുൽ KP, 178 ശ്യാം കൃഷ്ണ, 179 രമ്യ മേനോൻ, 180 മിഥുന T, 181 കിരൺ R, 182 സഞ്ജീവ് കുമാർ, 183 ശരണ്യ M നായർ, 185 2 കാറ്റഗറി മായ KVയും അതുപോലെ നമ്മുടെ ഗീതവും സ്വന്തമാക്കി, 187 രാജ്മോൻ RT, 188 ദൃശ്യയും അതുപോലെ രേഷ്മയും ചേർന്ന സൊസൈറ്റി കാറ്റഗറിയും ഓപ്പൺ കാറ്റഗറിയും സ്വന്തമാക്കി, അതുപോലെ 189 2 കാറ്റഗറി നമ്മുടെ കുട്ടികൾ തൂക്കിയിട്ടുണ്ട്, അമ്പിളി കെയും അതുപോലെ കൃഷ്ണപ്രിയ TSും, 192 ശില്പ S, 193 രഞ്ജിത്ത് P, 196 അധീന MN, 197 ജിസ്റ്റി മരിയ KJ, 198 അശ്വതി വി നായർ, 201 നവ്യ P വിനേഷ്, 202 ശ്രുതി ഷാജി, 203 അരുണിമ PM, 204 ദൃശ്യ MC, 205 സഞ്ജു KR, 206 കവിത KS, അതുപോലെ 207 ബബിത, 208 പ്രസാദ് P, 212 അനുഷ K, 213 കൃഷ്ണേന്ദു TS, 214 ഗൗതം കൃഷ്ണ, അതുപോലെ 218 സുരേഷ് N, 219 ജീന JR, 220 ജിജി VK, 221 മഹിമ KS, 222 നീതു S, അതുപോലെ 223 അനു JK, 225 ശ്രീലക്ഷ്മി PR,
അതുപോലെ 227 ആഷിഖ് ഷാജഹാൻ, 230 അർഷാദ്, 231 ജിസ്ന KP, 232 അശ്വതി S, അതുപോലെ 233 പാർവതി GA, ഇനി 237 സാലിമ MS, 239 വന്ദന PS, 244 ജിൻജു സി ജോസ്, 245 സൃജില, 247 സുനിഷ SA, 250 റാങ്ക് വന്നപ്പോൾ നമ്മുടെ ഷാജി AS സൊസൈറ്റി കാറ്റഗറിയും ഓപ്പൺ കാറ്റഗറിയിൽ മുഹമ്മദ് നിയാസ് സ്വന്തമാക്കി. അതുപോലെ 252 അശ്വതി PV, 254 രതീഷ് R, അതുപോലെ 255 ഉഷ, അതുപോലെ 257 അശ്വിനി ആൻഡ് മേഘ, 260 ഇജാസ് I, ഇനി 262 ഇന്ദുകലയും അതുപോലെ സ്നേഹയും ചേർന്ന് 2 കാറ്റഗറി സ്വന്തമാക്കി. 263 രാജേഷ് കുമാർ, 264 അതുല്യ കൃഷ്ണ, 265 സനോജ് P, 266 ബിന്ദു GP, 271 ആരതി ആൻഡ് ആര്യ S നായർ, അതുപോലെ 275 2 കാറ്റഗറി വന്നു ശരത് കുമാറും അതുപോലെ കൃഷ്ണവേണിയും, അതുപോലെ 276 പ്രജുൽ, 277 ഐശ്വര്യ MV, 278 2 കാറ്റഗറി വന്നു വിജലകുമാരിയും അതുപോലെ നിമിഷ PKയും, 279 ഷേനി S ധരൻ, അതുപോലെ അജയ് കൃഷ്ണ R 2 കാറ്റഗറിയും സഹകരണ ചുണക്കുട്ടികൾ അടിച്ചു. അതുപോലെ 283 ഷാനിഷ KH, അതുപോലെ 284 പാർവതി SS, 286 2 കാറ്റഗറിയും പ്രശാന്ത് റോയ് തോമസും അതുപോലെ നമ്മുടെ ദീപ്തി സ്വന്തമാക്കി. 292 സൊസൈറ്റി കാറ്റഗറി സന്ധ്യ K, അതുപോലെ ജനറൽ കാറ്റഗറി 292 നമ്മുടെ സാന്ദ്ര സ്വന്തമാക്കി. അതുപോലെ നമ്മുടെ 293 സൈഫുനിസ, 294 സുബൈർ, 295 ശ്രേയ, 297 മഞ്ജുഷ KPയും അതുപോലെ പാർവതി SBയും, ഇനി 303 അശ്വൻ ജീവ് S, അതുപോലെ 306 നിഷ A, ഇനി 308 കവിത K നായർ, 309 അമൃത N, 310 അഷ്ടമി MS, അതുപോലെ 316 രഞ്ജു കൃഷ്ണൻ, 317 അനുപമ B, അതുപോലെ 320 അർജുൻ K സുഗു, അതുപോലെ 321 അമ്മു C, 323 ബിജില PP, അതുപോലെ 325 രചന N, അതുപോലെ 326 ഷിബിന L, 327 ശ്രുതി PV, 328 സിജി RS, 329 വിഷ്ണുപ്രിയ A, 331 ആരതി VS, 336 സിന്ധു PR, 337 2 കാറ്റഗറിയും ഡാനി ജോയും അതുപോലെ സരിക SKയും സ്വന്തമാക്കി. 343 അരുണ PS, അതുപോലെ 344 സപ്ന അതുപോലെ ശ്രീധന്യം ചേർന്ന് 2 കാറ്റഗറി സ്വന്തമാക്കി. 345 ഗ്രീഷ്മ, 349 ശ്രീചന്ദന VM, 353 സൊസൈറ്റി കാറ്റഗറിയിൽ രേഖാരാജനും അതുപോലെ ഓപ്പൺ കാറ്റഗറിയിൽ സാന്ദ്ര GK സ്വന്തമാക്കി. 369 സുമിത VS, 373 അനുഷ P, 377 അഭിഷേക് MM, 378 ദിവ്യ KM, 381 2 കാറ്റഗറി ഒന്ന് ഷീജയും അതുപോലെ ഓപ്പൺ കാറ്റഗറി അഭിരാമിയും സ്വന്തമാക്കി. 382 ജയലക്ഷ്മി VS, 388 ഹരിത BH, 389 പ്രേയസ് പ്രതാപ്, 392 അനൂഷ AT, 394 ബിന്ദുമോൾ C ആൻഡ് പാർവതി രമേശ്, അതുപോലെ 396 ചന്ദ്രലേഖ, 398 ലിഷ K, 399 ജ്യോതിലക്ഷ്മിയും അതുപോലെ വർഷ K വിജയൻ 2 കാറ്റഗറി സ്വന്തമാക്കി. 400 ശൈലജ MN, അതുപോലെ 404 ആനന്ദ് EK, 405 രേഷ്മ L, 408 ജിഷ A, അതുപോലെ 410 അതുല്യ BK, 414 വീണ വിജയൻ, 417 അക്ഷയ VP, 418 നിഖിൽ മോഹൻ, അതുപോലെ 421 അനീഷ് U, 426 നവീൻ, അതുപോലെ 428 ദിവ്യ മേനോൻ, 429 സുരേഷ് കുമാർ VM, 430 ചിത്ര K നായർ, 431 വിജിത B, 432 ആതിര നായർ, 433 വൃന്ദാജി നായർ, 435 മഹേഷ് S, 437 തുളസി V ആൻഡ് ഷബാസ് അഹമ്മദ് 2 കാറ്റഗറി സ്വന്തമാക്കി ഓപ്പൺ സൊസൈറ്റിയും. 444 ആതിര BG, 445 ചിപ്പി CS, 450 സൗമ്യ SS,
452 ആര്യ അശോകൻ, 453 അനന്തൂറ്റി, 457 കീർത്തി ശങ്കർ, 458 സെബി അലക്സ്, 459 രാജീവ് എസ്, 464 രാഗപ്രിയ സൊസൈറ്റി കാറ്റഗറിയും ഓപ്പൺ കാറ്റഗറിയിൽ ദീപ്തി സിനേഷ് സ്വന്തമാക്കി. 467 അശ്വിനി കിഷോറും അതുപോലെ കൃഷ്ണപ്രിയയും സൊസൈറ്റി കാറ്റഗറി ഓപ്പൺ കാറ്റഗറി സ്വന്തമാക്കി. 468 അഞ്ജുപ്രിയ, അതുപോലെ 469 ആതിര വിജയൻ, 470 സ്നേഹ സി വർഗീസ്, 472 നിസ പി ആർ, 473 അജ്മില ഷറഫ്, 474 ഷിബിന ബീഗം, 475 ശ്രീകാന്ത് വി ആർ, 476 ശരണ്യ പി, 477 ഹരിപ്രിയ എസ്, 478 നീതി കെ, 480 അഞ്ജന സജിത്ത്, 482 ശ്രീദേവി ദേവി, 485 സുധീഷ് കുമാർ, 488 2 കാറ്റഗറിയും രശ്മിയും അതുപോലെ നമ്മുടെ പ്രജേഷും സ്വന്തമാക്കി. 494 സന്ധ്യ ജയൻ, 497 ആരതി ബാലകൃഷ്ണൻ, 501 ശ്രീകല പി, 506 സൗമ്യ എസ്, 509 ആതിര കെ, 511 അഞ്ജു എം, 517 ശ്വേത കെ എൽ, 520 ഷിജിത്ത് ടി, 524 വിപിൻ രാജ് കെ, 533 മഞ്ജു ആർ, 538 ഷൈമ കെ, അതുപോലെ പ്രസിദ്ധ പി കെ, 539 ഗ്രീഷ്മ എം കെ, 544 സൗമ്യ ജെ കെ, 547 ജിനു ജോസഫ്, 548 ബോബിൻ ബേബി, 549 നൈസൽ എസ്, 550 ഷിബിൻ ചെറിയാൻ, 555 അധീന ആൻഡ് സുകന്യ ടി വി, 557 അശ്വതി പി, അതുപോലെ 558 കവിത ഇ പി, 561 അനുവത്സൻ, 562 സുചിത്ര എ, 564 സൗമ്യ കെ കെ, 575 2 കാറ്റഗറിയും നയന ഓപ്പൺ സൊസൈറ്റി കാറ്റഗറിയും അതുപോലെ ജിപ്സി ഓപ്പൺ കാറ്റഗറിയും സ്വന്തമാക്കി. 579 അതുപോലെയാണ് ദീപ്തി അയാർ സൊസൈറ്റി കാറ്റഗറിയും ഓപ്പൺ കാറ്റഗറിയിൽ അല്ലി റാണിയും സ്വന്തമാക്കി. 581 അതുപോലെ തന്നെയാണ് സനോജ് വി എസ് ഓപ്പൺ കാറ്റഗറിയിലും സൊസൈറ്റി കാറ്റഗറിയിൽ ഷിംനയും സ്വന്തമാക്കി. അതുപോലെ 583 നിഷ ജെയിൻ, 586 അശ്വനി കെ, 593 ഷംന വി കെ, 596 അനഖ എം, 598 ഐശ്വര്യ എ എസ്, അതുപോലെ 603 ഗോവിന്ദ് എസ്, അതുപോലെ 605 ശ്രീലക്ഷ്മി ആർ, 608 ഹവ ഉമ, 613 മിഥുന എസ് ബാബു, 617 ശ്രീഷ്മ പി, 618 2 കാറ്റഗറിയും വന്നു. സൊസൈറ്റി കാറ്റഗറിയിൽ വിഷ്ണുവും ഓപ്പൺ കാറ്റഗറിയിൽ ധന്യയും, അതുപോലെ 619 ആര്യ, അതുപോലെ 622 അശ്വതി, 624 രേഷ്മ കെ ആർ, 626 ചിത്ര എസ്, 632 രാജി രാമചന്ദ്രൻ, 635 കവിരാജ്, 636 മിഥുൻ രാജ്, 637 ബബിന, 639 ഓപ്പൺ കാറ്റഗറി ഷീത്തും സൊസൈറ്റി കാറ്റഗറി ചിപ്പിയും സ്വന്തമാക്കി. അതുപോലെ 644 ഐശ്വര്യ ടി വി, 650 ദേവിക ബിജു, 653 കൃഷ്ണപ്രിയ, 655 അർജുൻ എം എൻ, 656 വൈഷ്ണവി എസ് എ, 657 അരുൺ മധുസൂദനൻ, 659 സാന്ദ്ര സെലിൻ പി എസ്, 663 അശ്വതി എം പി, 666 സേതു എസ്, 670 ദിവ്യ എസ്, 677 രശ്മി രാജ് എൽ ആർ, 679 അല്ലി കെ, 680 രേവതി പി എസ്, 682 നമിത സതീഷ്, 684 നീതു ഇ കെ, 690 ഉണ്ണികൃഷ്ണ ആർ പി, 692 ടെസ തോമസ്, 696 ഷബ്ന എസ്, 702 ശ്രുതി ബാലകൃഷ്ണൻ, 708 നിമിഷ, 710 ആശാ ബി തങ്കച്ചൻ, 711 അഞ്ജു സെബാസ്റ്റ്യൻ, 717 മോളി എൽ, 718 ആശാദേവി, 719 ബ്ലെസ്സി ആൻഡ് സ്റ്റീഫൻ, 723 സൗമ്യ പി എസ്, 725 പൂർണിമ പ്രകാശ്, 733 ആതിര എ കെ, 738 മർലിൻ റോയ്, 740 വിജി ബി ടി, 741 റോസ്മിൻ കെ ബെന്നി, 744 അഞ്ജന ഒ വി, 747 നിയാസ് പി, 750 ഉമാ ജി എസ്, 751 ദിവ്യ പി,
755 ബിനൂപ് ആർ, 757 ഇന്ദു വി ചന്ദ്രൻ, 772 മായാലക്ഷ്മി, 773 ജയനാരായണൻ, അതുപോലെ രേഷ്മ ബി, 777 മഞ്ജു എം, 783 ആതിര കൃഷ്ണ, 784 നയന വി പി, 789 ഗോകുൽ പ്രസാദ്, 800 ആരതി കെ എസ്, 803 സാജു ജോസഫ്, 816 ദീപ്തി കെ ആൻഡ് അഞ്ജിത എ കെ, 819 ഐഷ എ, 821 അശ്വിനി എ, 828 ശ്രീയേഷ് പി, 829 സുപ്രിയ എൽ, 836 മഹിജ എൻ, 838 ഹരൺ ഹരി, 842 രണ്ട് കാറ്റഗറിയും വന്നു. ആരൊക്കെയാണ്? അഞ്ജു മാത്യുവും അതുപോലെ ലക്ഷ്മി ഹർഷകുമാർ, അതുപോലെ 845 മുഹമ്മദ് അൽത്താഫ്, 852 മാളവിക ജി എച്ച്, 854 സുനിത എസ്, 856 അശ്വിനി എസ്, 859 സന്ധ്യ എം ബി, 861 മിഥുൻ ജോസ്, 863 ശ്രീജ എം ജി, 864 സൗമ്യ കെ, 865 നിഷ ഗണേഷ്, 868 ഹാരിസ് പുളിക്കൽ, 871 പാർവതി എൽ വി, 873 ലീന കെ, 874 ടോമി സ്റ്റീഫൻ, 878 ലിജി ജോർജ്, 882 മാളവിക രമേശ്, 886 അമൃത എം, 897 ശ്രീലേഖ പി ആർ, 902 അഫ്സീന, 906 കാർത്തിക് സതീഷ്, 908 നികേഷ് എ ആർ, 909 സയന കെ, 915 സൂരജ് ബൈജു. അപ്പൊ നോക്കുമക്കളെ, എടാ നമ്മൾ ഒരു 72,000 പേര് സഹകരണ മേഖലയിൽ പരീക്ഷയ്ക്കിരിക്കുകയാണ് അല്ലേ. 72,000 പേര് പരീക്ഷയ്ക്കിരുന്ന ഈ ഒരു സഹകരണ മേഖലയുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സഹകരണ എക്സ്പ്രസിന്റെ ചുണക്കുട്ടികളുടെ ആധിക്യം അല്ലെങ്കിൽ അവരുടെ ആധിപത്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. മക്കളെ, ഇത് വെറുതെ കിട്ടുന്ന സാധനമല്ലടാ. ഇങ്ങനെ ഒരു റിസൾട്ടിലേക്കൊക്കെ ഉയരാൻ ഒരു ക്വാളിറ്റി വേണം മക്കളെ, ഡെഡിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ അത് ഏതൊക്കെ മേഖലയിൽ വരണോടാ? നമുക്കറിയാം റിസർച്ചിന്റെ മേഖലയിൽ വരണം അല്ലെ. എപ്പോഴും നിങ്ങളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളെ എന്താണ് പഠിപ്പിക്കാൻ തീരുമാനിക്കുന്ന നമ്മുടെ റിസർച്ച് ടീമിന്റെ മുൻഗണനയെക്കുറിച്ച് അല്ലെങ്കിൽ അവരിടുന്ന എഫേർട്ടിനെ കുറിച്ച്, അവർ എങ്ങനെയാണ് ഇത് ക്രോസ് ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് എപ്പോഴും നമ്മൾ എല്ലാ വെബിനാറിലും പറയാറുണ്ട് അല്ലേ. ഉണ്ടാ. അപ്പൊ നോക്ക്, ആദ്യം ഫസ്റ്റ് ക്രെഡിറ്റ് നമുക്ക് എന്ത് പഠിപ്പിക്കണം തീരുമാനിക്കുന്ന ആൾക്കാർക്കാണ്. രണ്ടാമത്തെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കാണ്? പഠിപ്പിക്കുന്ന സാറന്മാരെ എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, അതെല്ലാം ഓരോ ടൂൾസ് മാത്രമാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നു, സിസ്റ്റം വിൽ റിമെയിൻ ദ സെയിം. എന്താണ് മക്കളെ? സിസ്റ്റം എപ്പോഴും സെയിം ആയിരിക്കും. ആ സിസ്റ്റത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, അതിന്റെ പിന്നാലെ പോവുക. അപ്പൊ നോക്ക്, ഡെയിലി ക്ലാസ് കണ്ടാലും നിങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ പരീക്ഷ എഴുതിയിരിക്കണം. അത് എഴുതിയില്ല, പ്രശ്നമുണ്ട്. ഇവിടെ ഡെഡ് ലൈൻ ഉണ്ട്, അത് മനസ്സിലാക്കണം നിങ്ങൾ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നോട്ട് എഴുതാൻ പറഞ്ഞാൽ എഴുതണം. വെബിനാറിൽ എപ്പോഴും പറയാറുണ്ട്, നോട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തണം. അതിനെല്ലാം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ആദ്യ റാങ്കുകളിലേക്ക് പോയ ആൾക്കാരുടെ സ്റ്റോറീസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചതെന്ന് വ്യക്തമായിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങൾ അല്ലേ. വെബിനാറിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം. നിങ്ങൾ പങ്കെടുത്തിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുക. എന്നിട്ട് എന്തൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റും, ആദ്യ റാങ്കുകൾ മേടിച്ച കുട്ടികൾ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ പകർത്താൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്ത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് വേണ്ടത്. സഹകരണ മേഖലയിൽ നമുക്ക് സമഗ്രമായിട്ട് ഇഷ്ടം പോലെ തൊഴിലവസരമുണ്ട്. ഏതൊക്കെയാ? CSCB ഇപ്പോൾ വരാൻ പോകും. ഞാൻ പറഞ്ഞു, ഓരോ വർഷവും നമുക്ക് ഈ 2 PSC പരീക്ഷ വെച്ച് വിളിക്കാറുണ്ട് അല്ലേ. ഈ 2 PSC പരീക്ഷ വെച്ച് ഓരോ വർഷവും വിളിക്കുന്നു. അതുപോലെ ഓരോ വർഷവും 3 തവണ ഏകദേശം 200ഓളം വേക്കൻസി വെച്ചിട്ട് ആര് വിളിക്കുന്നുണ്ട്? നമ്മുടെ സഹകരണ ബോർഡ് വിളിക്കുന്നുണ്ട്. ഈ അവസരങ്ങളെല്ലാം ആർക്കാ? നമുക്കാ. അപ്പോൾ മത്സരമുണ്ട് എന്ന് കരുതി പിന്തിരിഞ്ഞോടരുത്. തുടക്കം തൊട്ട് ഒടുക്കം വരെയും ആദ്യത്തെ ഒപ്പിടുന്നത് വരെയും പഠനം കണ്ടിന്യൂ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്കുള്ള അവസരം സഹകരണ മേഖലയിലുണ്ട്. അപ്പോൾ ഈ അവസാനം വരെയും എപ്പോഴും പറയുന്ന പോലെ ആദ്യത്തെ ഒപ്പിടുന്നത് വരെ നിന്റെ പുസ്തകം താഴെ വയ്ക്കാതെ പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ കയറി വാ, നമുക്കത് ശരിയാക്കാം. ഓക്കെ, നമുക്ക് കൂടെ നിൽക്കാം. നമുക്ക് സഹകരണത്തോടു കൂടി ഒരു തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈച്ച് ഫോർ ഓൾ ആൻഡ് ആൾ ഫോർ ഈച്ച് അല്ലേ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ. ഇനിയും സക്സസ് സ്റ്റോറീസ് 100 കണക്കിനല്ലേ, ഏകദേശം 637 റാങ്കുകളാണ് സഹകരണ റേസ് പ്ലസ് സ്വന്തമാക്കിയത്. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോറീസ് അഡ്വൈസ് വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരുടെ എല്ലാം സ്റ്റോറീസ് നിങ്ങൾ കാണുക. അത് നിങ്ങൾക്ക് ഓരോ ദിവസവും പ്രചോദനം തരുന്ന സ്റ്റോറീസ് ആയിട്ട് 2 വർഷം വരാനുള്ള സ്റ്റോറീസ് വരുന്നുണ്ട് ഒറ്റ പരീക്ഷയിൽ നിന്ന് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചോളുക, കൂടെ നിൽക്കുക, തകർക്കുക.